ഹലോ, അപ്പോൾ ഇന്നത്തെ വെയിറ്റ് ലോസ് റെസിപ്പി എന്ന് പറഞ്ഞാൽ സൂചി ഗോതമ്പ് റവ വെച്ചിട്ടുള്ള ഉപ്പുമാവാണ്. വളരെ സിമ്പിൾ ബട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുക്കറിനകത്ത് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കാൻ താല്പര്യമുള്ളവർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതുപോലെ ഞാൻ ഉലുവയും ചേർക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ചേർക്കുക. ഇതെല്ലാം ഈ പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഒരു സവാള, അതും നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മളുടെ വെജിറ്റബിൾസ് ചേർക്കുക. അപ്പോൾ ഞാനിവിടെ ചേർത്തത് ഒരു ക്യാരറ്റും കുറച്ച് ബീൻസും അരിഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് ചേർക്കാം. നമ്മൾ നൂഡിൽസിലൊക്കെ ചേർക്കാറില്ല, അതുപോലെ ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ചേർത്ത് അത് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ നമ്മുടെ വീണാസ് കറി വേൾഡിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഞാനിത് ഇത്രയും നല്ല ടേസ്റ്റി ആയിരിക്കും എന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല. സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സൂചി ഗോതമ്പ് റവ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വന്നു. അപ്പോൾ 1 കപ്പ് റവയാണ് എടുക്കുന്നത്. അപ്പോൾ ആ റവ ഈ നമ്മൾ വെജിറ്റബിൾസ് വഴറ്റിയതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടു. അത് താല്പര്യമുള്ളവർ ചേർത്താൽ മതി. മഞ്ഞൾ നമ്മുടെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണല്ലോ. അപ്പോൾ എനിക്ക് ഫ്ലേവർ കുഴപ്പമില്ല, അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുക. ഒരു കപ്പ് റവയ്ക്ക് 1.25 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അത് കറക്റ്റായിരുന്നു കേട്ടോ. അത് ചേർത്ത് കറക്റ്റായിട്ടുള്ള ഉപ്പ് നമുക്കറിയാമല്ലോ, നമ്മളെല്ലാം ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉപ്പ് കറക്റ്റായിട്ട് ആഡ് ചെയ്യുക. ഉപ്പ് അല്പം മുന്തി നിൽക്കുന്ന പോലെ ആഡ് ചെയ്യുക. കറക്റ്റ് ഒരു വിസിൽ കൊടുക്കുക. വിസിൽ കംപ്ലീറ്റ് പോയതിന് ശേഷം തുറന്നു നോക്കുക. നല്ല കറക്റ്റായിരിക്കും. നല്ല ഫ്ലഫി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡിയാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം ഞാൻ ഒരു 2 ദിവസത്തിനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചില ദിവസം ഡിന്നറിൽ കഴിച്ചു, ലഞ്ചിന് കഴിച്ചു. അങ്ങനെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.